നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിന്ന് പണം കൈപ്പറ്റിയത് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ആന്റോ ആന്റണി MP. തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ പണം സഹായമാണ് എന്നാണ് കരുതിയതെന്ന് വിശദീകരണം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് പണം തിരികെ വേണമെന്ന് ആവശ്യപ്പെടുകയും താൻ പണം തിരികെ കൊടുത്തുവെന്നുമാണ് ആന്റോ ആന്റണി പറയുന്നത്. തെരഞ്ഞെടുപ്പ് സഹായിച്ചത് എന്നെ തെരഞ്ഞെടുപ്പല്ല, എൻ്റെ തെരഞ്ഞെടുപ്പ് സഹായിക്കുന്നത് CPM-ന് കൊടുത്ത സഹായത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിന്ന പാർട്ടിയെ സഹായിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കോൺഗ്രസിനെ മാത്രമൊന്നും അല്ല, അദ്ദേഹം അതിനേക്കാളൊക്കെ വളരെ കൂടുതലായി CPM-നെ അന്ന് സഹായിച്ചിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ വിളിച്ചിരിക്കുമ്പം തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ്. വ്യക്തിപരമായി ഞാൻ ആരോടും പണം ചോദിക്കാറില്ല. തെരഞ്ഞെടുപ്പിൽ വിളിച്ചിരിക്കുന്ന സമയത്ത് സഹായിക്കുന്ന ആളുകളെ സഹായിക്കുമ്പോൾ സഹായം സ്വീകരിക്കും. അതെല്ലാ സ്ഥാനാർത്ഥിയും അങ്ങനെയല്ല. വാർത്തയുടെ വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത്. ഗോകുൽ രമേശ്, വളരെ ഗുരുതരമായ ആരോപണമാണ് NM രാജു ആന്റോ ആന്റണിക്കെതിരെ ഉന്നയിച്ചത്. 2 കോടി രൂപ കൈപ്പറ്റി, അതിൽ 20 ലക്ഷം രൂപ മാത്രമാണ് മടക്കി തന്നത് എന്നാണ് NM രാജു പറയുന്നത്. പക്ഷേ ആന്റോ ആന്റണി പറയുന്നത് 2 മാസം കഴിഞ്ഞ് പണം തിരികെ ചോദിച്ചു, മടക്കി കൊടുത്തു എന്നാണ് ആന്റോ ആന്റണിയുടെ വാദം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? നീലിമ, എന്തായാലും ഈ NM രാജു ഇന്ന് എറണാകുളത്ത് നടത്തിയിട്ടുള്ള ആ ഒരു പത്രസമ്മേളനത്തിന് മറുപടിയാണ് ആന്റോ ആന്റണി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. അത് തെരഞ്ഞെടുപ്പ് ധനസഹായമായിട്ടാണ് NM രാജുവിന്റെ നിന്നും പണം വാങ്ങിയത്. അതൊരു സഹായമായാണ് താൻ കരുതിയത്. പക്ഷേ അതിനുശേഷം NM രാജു തന്നെ പണം തന്റെ കയ്യിൽ നിന്നും തിരികെ വാങ്ങിയെന്നും ആന്റോ ആന്റണി പറയുന്നു. രാജുവിന്റെ മകൾ വീട്ടിൽ വന്നാണ് പണം തിരികെ ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ ആ പണം മുഴുവനായിട്ടും താൻ തിരികെ നൽകി എന്നുള്ള കാര്യവും അദ്ദേഹം ഇന്നിപ്പോൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തനിക്കെതിരെ ഇങ്ങനെയുള്ള ഒരു കള്ള ആരോപണം ഉന്നയിക്കുന്നതിന്റെ പ്രധാന കാര്യം, അന്ന് അദ്ദേഹം പണം നൽകിയപ്പോൾ അദ്ദേഹം UDF-ന്റെ ഭാഗമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന ട്രഷററും പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റും ഒക്കെ ആയിരുന്നു NM രാജു. അന്ന് അദ്ദേഹം UDF-ന്റെ ഭാഗമായിരുന്നു. ഇന്നിപ്പോൾ LDF-ന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ആരോപണം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് ആന്റോ ആന്റണി MP പറയുന്നത്. വിഷയത്തെ നിയമപരമായി തന്നെ നേരിടുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപിൽ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് താൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഒന്നും ഭയക്കാനില്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തന്നെ തന്റെ മേൽ കരിനിഴൽ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇത്തരത്തിൽ നടക്കുന്നത്. ഇത് ആസൂത്രിതമായിട്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രതികരണമാണ് എന്നുള്ള കാര്യമാണ് ആന്റോ ആന്റണി എന്നിപ്പോൾ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. തന്നെ തേജോവധം ചെയ്യുകയാണ് ഉദ്ദേശമെന്നും ഈ പറയുന്ന ആരോപണങ്ങളിലൊന്നും വസ്തുതയില്ല, കഴമ്പില്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ആന്റോ ആന്റണി MP അല്പസമയം മുമ്പ് പത്തനംതിട്ടയിൽ നടത്തിയത്. ഓക്കെ ഗോകുൽ.